अल्लाह ताला ने हमको जो दीन अता फरमाया है वो दीन अपनी बड़ी खुसूसियात का हामिल है और मज़ाहिब में वो खुसूसियात आपको नहीं मिलेंगी जो अल्लाह ताला ने हमको इस तौहीद वाले दीन में अता फरमाई हैं। वो खुसूसियात क्या हैं? वो खुसूसियात ये हैं कि अल्लाह ताला ने पूरी ज़िंदगी के मुताल्लिक़ हमको हुक्म दिया है कि तुम अपनी ज़िंदगी ऐसी गुजारो जो इंसानियत की, शराफत की और एक आपस में खैर खाही की हो और अल्लाह ताला के हुक्मों पर अमल करने वाली ज़िंदगी हो। ज़िंदगी में जितने पहलू हैं सब हमारे दीन में आ जाते हैं, जबकि दूसरे मज़हबों में ऐसा नहीं है। दूसरे मज़हब या तो सिर्फ अक़ीदे तक हैं या इबादत तक हैं, बाकी आम ज़िंदगी में वो नहीं है। हमारा दीन इस्लाम आम ज़िंदगी में फैला हुआ है, इसीलिए उसको बाकायदा उसकी शरीयत है और वो शरीयत पर हम कायम हैं, हम कायम रहेंगे। ഇസ്ലാമിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്, വളരെ വലിയ വൈശിഷ്ട്യങ്ങളുണ്ട്, അള്ളാഹു നൽകിയ മഹത്തരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്ലാം ജീവിതത്തെ മുച്ചൂടും ബാധിച്ചു നിൽക്കുന്നുവെന്നത്. മറ്റു മതങ്ങളുമായി, ദർശനങ്ങളുമായി, സിദ്ധാന്തങ്ങളുമായി, തത്വങ്ങളുമായി ഇസ്ലാമിനെ താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാം കേവലം വിശ്വാസ കാര്യങ്ങളിലും ആരാധനാനുഷ്ഠാനങ്ങളിലും മാത്രം പരിമിതമാകുന്നില്ല എന്നതാണ്. ഇസ്ലാം ജീവിതത്തെ ആകെ ചൂടി നിൽക്കുന്നു, ജീവിതത്തെ ആകെ ചൂഴ്ന്നു നിൽക്കുന്നു. ജീവിതത്തിന്റെ ഒരു മേഖലയും ഇസ്ലാം വിട്ടുകളയുന്നില്ല. ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ രംഗങ്ങളുണ്ടോ, ഏതൊക്കെ വശങ്ങളുണ്ടോ, ആ വശങ്ങളെയും രംഗങ്ങളെയും മുഴുവൻ ബാധിക്കുന്നതാണ്, അതിനെ മുഴുവനും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് ഇസ്ലാമിക ദർശനം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും മനുഷ്യത്വം പുലർത്തണം, മനുഷ്യന്റെ മാഹാത്മ്യം പുലർത്തണം, മനുഷ്യന്റെ മഹിമ പുലർത്തണം. മനുഷ്യനായിരിക്കുക എന്നതിന്റെ ബഹുമാന്യത, അതിന്റെ ഔത്കൃഷ്ട്യം അത് പുലർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഉത്കൃഷ്ടമായ, പരിശുദ്ധമായ, ഉത്തമമായ ഒരു ജീവിതം നയിക്കാൻ ആവശ്യമായ മാർഗദർശനമാണ് ഇസ്ലാം പ്രദാനം ചെയ്യുന്നത്. शरीयत हमको एक जामे शरीयत दी गई है, ज़िंदगी के पूरे ज़िंदगी के जितने हालात हैं सब पर मुश्तमिल है और हम उस शरीयत पर कायम हैं। इसलिए कि मोमिन वही है जो अल्लाह पर ईमान रखता हो, उसके हुक्मों पर भी ईमान रखता हो और अल्लाह ताला ने हमको बताने के लिए किताब नाजिल की कुरान मजीद और नबी भेजा हुजूर सल्लल्लाहु अलैहि वसल्लम को, उनको आखिरी नबी बनाया और दीन की हिफाजत के लिए इंतज़ाम ये किया कि फरमाया कि हम कुरान मजीद की हिफाजत करेंगे, यानी ये कुरान मजीद क़यामत तक हमें रहनुमाई देगा और इससे हम अपना दीन मालूम करेंगे, शरीयत मालूम करेंगे और उस पर हम कायम रहेंगे। और हुजूर सल्लल्लाहु अलैहि वसल्लम की हयात तय्यबा में अल्लाह ने वो दीन रख दिया पूरा, हमें वो दीन आपकी ज़िंदगी से भी मालूम होगा और वो भी अल्लाह ने उसकी भी हिफाजत फरमाई है। ഈ പൂർണ്ണമായ ജീവിത വ്യവസ്ഥിതിയാണ് ശരീഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീഅത്ത് എന്ന് പറയുന്നത് ജീവിതത്തെ ദൈവികമായ ഈ മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ സംവിധാനിക്കുക എന്നതിന്റെ പേരാണ്. ആ ശരീഅത്ത് സമ്പൂർണ്ണമാണ്. ആ ശരീഅത്തിലാണ് മുസ്ലിം സമുദായം ഉറച്ചു നിൽക്കുന്നത്. ആ ശരീഅത്തിന് അനുസൃതമായിട്ടാണ് മുസ്ലിം സമൂഹം ജീവിക്കുന്നത്. ആ ശരീഅത്തിന്റെ തത്വങ്ങളും അടിസ്ഥാനങ്ങളും അത് നൽകുന്ന മാർഗദർശനവും ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അള്ളാഹു ഈ ശരീഅത്തിനെ ജനതയ്ക്ക് വേണ്ടി അർപ്പിച്ചു, ജനതയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുകയും ചെയ്തു. മാത്രവുമല്ല, അതിനാവശ്യമായ മാർഗദർശനത്തിന് വേണ്ടി ഒരു ഗ്രന്ഥം അള്ളാഹു ഭൂലോകത്തേക്ക് ഇറക്കുകയും ചെയ്തു. അതാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആന്റെ വാഹകനായി വന്ന വിശുദ്ധ ദൂതരെ അള്ളാഹു അന്തിമ പ്രവാചകനാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യപ്രവാചകനായി, അന്തിമ ഗ്രന്ഥമായി, പരിശുദ്ധ ഖുർആനുമായി ഈ ലോകത്ത് ശരീഅത്ത് സ്ഥാപിതമായിരിക്കുന്നു. ആ ഖുർആനിനെ ലോകാവസാനം വരെ കാത്തു സൂക്ഷിക്കുമെന്നാണ് അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദാനം. അതിന്റെ അർത്ഥം ലോകാവസാനം വരെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുവാനുള്ളതായ സാഹചര്യം ഉണ്ടാകുമെന്നാണ്. ആ ശരീഅത്തിനുള്ള വെളിച്ചം, ശരീഅത്തിന്റെ മാർഗദർശനം ലോകാവസാനം വരെ
ലോകം മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ പ്രശ്നങ്ങളും സങ്കീർണതകളും ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ നേരിട്ട് ആ സങ്കീർണതകളെ ഉൾക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥമായ ദൈവികമായ പരിഹാരം നിർദ്ദേശിക്കുന്ന സമ്പൂർണമായ ജീവിത ദർശനമായി ശരീഅത്ത് നിലനിൽക്കുമെന്നാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. हमको ये शरीयत अल्लाह